പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1 ചൊവ്വ. പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള തുടർ പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. പ്രവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആസ്റ്റർ ഹോസ്പിറ്റലുമായി ചേർന്ന് സുഹാർ നവചേതനയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 19 ലോക ഹൃദയ ദിനമായി കൊണ്ടാടുന്ന വേളയിൽ ക്യാമ്പയിൻ ECG സൗജന്യമായിരുന്നു. രക്തപരിശോധന, പ്രഷർ പരിശോധന, BMI എന്നിങ്ങനെയുള്ള ടെസ്റ്റുകളും ഡോക്ടർ കൺസൾട്ടേഷൻ സേവനവും സൗജന്യമായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യക്കാരനായ പ്രവാസികൾ ക്യാമ്പയിൻ പങ്കെടുത്തു. സൗജന്യ പരിശോധന രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ തുടർന്നു. നവചേതന പ്രസിഡന്റ് ലിജു ബാലകൃഷ്ണൻ, സെക്രട്ടറി അനീഷ് ഏറാടത്ത്, ട്രഷറർ സജ്ന ബിനു, ജോയിന്റ് സെക്രട്ടറിമാരായ നരീഷ് മുഹമ്മദ്, റിതു രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മുസന്തം ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗസബ് വിലായത്തിലായിരുന്നു സംഭവം. മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROPX പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്ത് കനത്ത മഴ തുടരുന്നു. വടക്കൻ മേഖലയിലാണ് മഴ കോരിച്ചൊരിയുന്നത്. തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ചൊവ്വാഴ്ചയും തുടരുകയായിരുന്നു. വിവിധ വിലായത്തുകളിൽ വാദികൾ കവിഞ്ഞൊഴുകുകയാണ്. ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു. ഖാബൂറ, റുസ്താഖ്, സുഹാർ ദംഗ്, യങ്കൽ ഇബ്രി, റുസ്താഖ്, ഗുറിയാത്ത്, നഗൽ, ഗസബ്, തെക്കൻ ബൗഷർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വാദികളിൽ വാഹനങ്ങൾ കുത്തിയൊലിച്ചു പോകുകയും ചെയ്തു. ഇതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ദാഖ്ലിയ, വടക്കൻ ഷർഖിയ, ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കത്ത് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിരുന്നു. ചില ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറുകയും ചെയ്തു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടു. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം മസ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നെങ്കിലും മഴ ലഭിച്ചില്ല. ചൊവ്വാഴ്ചയും മഴ തുടരുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ശക്തി കുറയും. ദോഫാർ ഗവർണറേറ്റിലെയും ഹജർ പർവ്വത നിരകളിലും തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കും. ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചേക്കും. മണിക്കൂറിൽ 27 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശാനും സാധ്യതയുണ്ടെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ചികിത്സാ രംഗത്തുണ്ടാകുന്ന പിഴവുകൾ പരാതിപ്പെടാനും റിപ്പോർട്ടുകൾ പഠിക്കാനും സംവിധാനവുമായി ആരോഗ്യ മന്ത്രാലയം. ഇതിന് അപേക്ഷകരിൽ നിന്ന് 25 റിയാൽ ഫീസ് ഈടാക്കും. പുതിയ ഉത്തരവനുസരിച്ച് ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തുകയാണെങ്കിൽ വ്യക്തിക്ക് മന്ത്രാലയം മുഖേന പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായും ഉത്തരവിലുണ്ട്. കോടതിയോ മെഡിക്കൽ സുപ്രീം കമ്മിറ്റിയോ ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തിയാൽ അടച്ച 25 റിയാൽ തിരിച്ചു ലഭിക്കുന്നതാണ്. രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ചികിത്സാ പിഴവുകൾ കുറയ്ക്കാനുമാണ് ഈ ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് നടപ്പാക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. കുട്ടികളിലെ ഇന്റർനെറ്റ് ആസക്തി കുറയ്ക്കുന്നതിന് ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കും. ഗുണഭോക്താക്കളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും സേവന നിലവാരം ഉയർത്തുന്നതിനും ബില്ലിംഗ്, പ്രൊമോഷണൽ ഓഫറുകൾ എന്നിവ ക്രമീകരിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി
ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇലക്ട്രോണിക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഉപഭോക്താക്കളെ അപകടത്തിൽപ്പെടുത്തുന്നതുമായ കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് സംയുക്ത ഗ്രൂപ്പിനെ രൂപീകരിക്കും. രാജ്യത്തെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ ഒമാനിലെ 44ാമത് ബ്രാഞ്ച് ആമിറാത്തിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനറൽ മാനേജർ നിക്സൺ ബേബി ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ ആമിറാത്തിലെ 4ാമത്തെ ബ്രാഞ്ച് കൂടിയാണ് ഇത്. ശൈത്യകാല ക്യാമ്പിങ്ങിനൊരുങ്ങാൻ രാജ്യം. ക്യാമ്പിംഗ് സൈറ്റുകൾ, ഉയർന്ന പ്രദേശങ്ങൾ, മരുഭൂമി തുടങ്ങിയിടങ്ങളിൽ ക്യാമ്പ് ഒരുക്കുന്നതിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. പ്രത്യേക ഫോം വഴി ക്യാമ്പിംഗ് രജിസ്ട്രേഷൻ നടത്തണമെന്ന് നിർദ്ദേശിച്ച് വിവിധ ഗവർണറേറ്റുകളിൽ രംഗത്തെത്തി. ദാഹിറ, ബുറൈമി ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകൾ QR സൗകര്യം ഏർപ്പെടുത്തി രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കുന്നതോടെ ഔട്ട്ഡോർ ക്യാമ്പുകളും സജീവമാകും. 48 മണിക്കൂറിലേക്കാണ് ക്യാമ്പുകൾ അനുവദിക്കുക. കാരവൻ, ടെന്റ് എന്നിവയ്ക്കും രജിസ്ട്രേഷൻ ബാധകമാണ്. അതേസമയം 100 റിയാൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നൽകി പ്രത്യേക അനുമതി നേടി 48 മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം. ഈ അനുമതി പ്രകാരം 7 രാത്രി വരെ ക്യാമ്പ് നടത്താവുന്നതാണ്. മാത്രമല്ല, നടപടിക്രമങ്ങൾക്ക് ശേഷം ദീർഘിപ്പിക്കാവുന്നതുമാണ്. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് പാടുള്ളൂ. ഓരോ ക്യാമ്പ് സൈറ്റുമായി 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചുമായും നിശ്ചിത അകലം വേണം. മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളും ക്യാമ്പിംഗ് പാടില്ല. പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്ന് കുറഞ്ഞത് 100 മീറ്റർ അകലെയായിരിക്കണം. ക്യാമ്പിംഗ് സമയം സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. നിലവാരം കുറഞ്ഞ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കരുത്. വിളവുകളും കാട്ടുസസ്യങ്ങൾക്കും നാശനഷ്ടമുണ്ടാകരുത്. ക്യാമ്പിംഗ് സ്ഥലത്തെ പ്രകൃതിയിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ വരുത്തുകയോ വൃത്തിഹീനമായ തടസ്സങ്ങൾ വയ്ക്കുകയോ ചെയ്യരുത്. മാലിന്യങ്ങൾ കത്തിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത്. ക്യാമ്പിംഗ് ലൈസൻസ് നേടിയയാളാണ് ഓരോ സൈറ്റിലും മുഴുവൻ സമയവും സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നൽകേണ്ടത്. സൈറ്റിന് ചുറ്റും മതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും കാഴ്ച തരുന്നതുമാകരുത്. മുകളിലേക്ക് നേരിട്ട് ലേസറുകളോ ലൈറ്റുകളോ ഉപയോഗിക്കരുത്. രാജ്യത്തെ നിയമവും തീരുമാനങ്ങളും ഉത്തരവുകളും പൊതുമര്യാദകളും കർശനമായി പാലിക്കണം. അനുവദിച്ച ലൈസൻസിന്റെ നമ്പർ കാരവന്റെയോ ടെന്റിന്റെയോ ഇരിക്കുന്ന സ്ഥലത്തിന്റെയോ മുന്നിൽ ഒരു ഫലകത്തിൽ എഴുതി പ്രദർശിപ്പിക്കണം. ലൈസൻസ് ലഭിച്ചവർ ഒരിക്കലും അത് മറ്റൊരാൾക്ക് കൈമാറരുത്. ലൈസൻസിൽ പ്രതിപാദിച്ച ആവശ്യത്തിനല്ലാതെ സൈറ്റ് ഉപയോഗിക്കരുത്. കോൺക്രീറ്റോ മറ്റേതെങ്കിലും കെട്ടിട നിർമ്മാണ സാമഗ്രിയോ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കരുത്. സന്ദർശകർക്ക് അലോസരമുണ്ടാക്കുന്ന ജനറേറ്ററുകൾ ഉപയോഗിക്കരുത്. സൈറ്റിലും പുറത്തേക്കുള്ള വാഹനങ്ങളുടെ ഗതാഗതം, പാർക്കിംഗ് തുടങ്ങിയവ ക്രമീകരിക്കണം. വലിയ ഉപകരണങ്ങൾ കൊണ്ട് സൈറ്റ് ലെവലാക്കുകയോ തടസ്സങ്ങൾ നീക്കുകയോ ചെയ്യരുത്. ലൈസൻസ് ഇല്ലാത്ത ക്യാമ്പ് നടത്തിയാൽ 200 റിയാൽ പിഴ ഈടാക്കും. മുകളിൽ പ്രതിപാദിച്ച നിർദ്ദേശങ്ങളിലൊന്ന് പാലിച്ചില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശം പാലിക്കുകയും ചെയ്യാതിരുന്നാൽ കാരവനും ടെന്റും ക്യാമ്പുമെല്ലാം നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.